എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഒരു സംഗോനിയൂറിനെ നമുക്ക് ഇണക്കി വളർത്താമെന്ന് നോക്കാം. ഒരു 20 to 25 ദിവസം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞിനെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ വളരണം, അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പേരൻസിൻ്റെ നിന്ന് കുറച്ച് ഫീഡും കിട്ടണം, അപ്പോഴേ ഒരു ആരോഗ്യമായിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് സ്പൂൺ വെച്ചുള്ള ഫീഡിംഗ് ആണ്. സ്പൂൺ ഫീഡിംഗ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ക്രോപ്പ് ഫീഡിംഗ് ഉണ്ട്. ഈ ക്രോപ്പിൽ ഇറക്കി നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ഏത് രീതിയാണോ, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. സ്പൂൺ ഫീഡിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ എന്താണ് പറയുക, ഇവരുടെ ടേസ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഹാൻഡ് ഫീഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇവർക്ക് നാക്കിൽ കിട്ടും. ക്രോപ്പ് ഫീഡിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് ക്രോപ്പിലോട്ട് ഇറക്കിയിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സ്പൂൺ ഫീഡിങ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഈ സ്പൂൺ ഫീഡിങ് ചെയ്താലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ദേഹത്തൊക്കെ ആവും, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ വെറുതെ ഫുഡ് മാത്രം കൊടുത്തെന്നും പറഞ്ഞിട്ട് ശരിക്കും ഇവർ ഇണങ്ങില്ല. നമ്മൾ കുറച്ച് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ശരിക്കും നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഇതേപോലെ അടുത്ത് നിന്നിട്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിറിഞ്ചിൽ ഫീഡ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈവൻ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്, നമ്മളുമായിട്ട് കുറച്ചും കൂടെ കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് എപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ആ ഇണങ്ങി ആ ഒരിത്, ആ പറക്കാനുള്ളൊരു, അതായത് നമ്മൾ വേറെ അടുത്തുനിന്ന് നമ്മൾ വിളിക്കുമ്പോൾ പറക്കാൻ നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് ഇവർ നമ്മളൊരു ആളായി കഴിഞ്ഞു. അവരെപ്പോഴും അങ്ങനെയാണ്. പിന്നെ നമ്മളൊരു കുട്ടികളെ പോലെയാണ്. നമ്മളൊരു വീട്ടിലുള്ള ഒരാളെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അവനിങ്ങോട്ട് പറന്ന് അങ്ങോട്ട് പറന്ന് ഓരോരുത്തും പോകത്തില്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു പ്രത്യേക തരം ഒരു സ്നേഹമാണ്. അവൻ കുറച്ചും കൂടെ വലുതായി. ഇപ്പോൾ മോളുടെ കൂടെയാണ് കമ്പനി. മോളും അവനും തമ്മിൽ ഭയങ്കര രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെയാണ് എൻ്റെ വൈഫിൻ്റെ അടുത്തും. അവളുടെ ഒരു മോളെങ്ങനെയാണോ അതിപ്പോൾ അങ്ങനെ തന്നെയാണ് അവരുടെ പെരുമാറ്റവും. നമ്മളൊരു പൂ ചോദിച്ചാൽ നമുക്കൊരു പൂക്കാലം കിട്ടിയാൽ എങ്ങനെയായിരിക്കും, അത് തന്നെയാണ് ഇവന്മാരുടെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവന്മാർ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകളുണ്ടെങ്കിൽ മാത്രമേ ഇവരെ നല്ലപോലെ ഇണക്കിയെടുക്കാൻ പറ്റൂ. കാരണം ഇവരെ കയ്യിലെടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ച് സ്നേഹിച്ച് കുറച്ച് അവന്മാരുടെ കുസൃതികളും അതും ഇതുമൊക്കെ കണ്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാരണം അവർ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഫുഡ് കഴിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ എവിടെയാണെങ്കിലും ഫുഡ് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുള്ളൊരു ബേർഡാണ് ഈ സൺകൂനിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം സ്നേഹം കൊടുക്കുന്നോ അവർ അതേപോലെ തിരിച്ചും തരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഏറ്റവും അടിപൊളിയായിട്ട് ഇണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബേർഡാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരി, ബൈ.